ഓക്കെ. കാണിച്ചത് ഫുള്ള് ബ്ലോക്ക്. Too dirty. അയ്യോ അമ്മ ഒന്ന് പിടിക്കും 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 ഇവിടെ പിടിക്കും അമ്മേ ഉപദ്രവമുണ്ടായിരിക്കേ. ബോഡി അലർജി ഉണ്ട്. മുണ്ടായിരിക്കേ. പുറത്തും കഴിക്കണം. ഇത് പെയിന്റ് ബ്രഷാണ്. പിന്നെ തലങ്ങും വലങ്ങും ക്ലീൻ ആക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് ക്ലീൻ ആക്കിയില്ലെങ്കിൽ നമുക്ക് തണുപ്പ് കിട്ടില്ല. ചളിയൊക്കെ ഉണ്ട്. നിങ്ങൾ സൂക്ഷിച്ചിട്ട് ചെയ്യണം. കൈ മുറിഞ്ഞാൽ പണിയാവും. അപ്പോൾ കുറച്ച് സോപ്പും പൊടി എടുക്കുക. എന്നിട്ടൊരു തുണി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരതി കൊടുത്താൽ നമുക്കിടെ AC നല്ല ക്ലീന് പുത്തം പുതിയത് മതിയാവും. ഇതിപ്പോൾ ഞങ്ങൾ പുതിയത് വാങ്ങിയതാണ്. ഇപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ തോന്നും, പക്ഷെ പഴയതാവും. എന്നിട്ട് ആൾക്കാരൊക്കെ ചോദിക്കും ഇത് പുതിയതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം അല്ല എന്നൊക്കെ പറയാൻ പാടില്ല. ഇതാ ഈ സൈഡിലും ഉണ്ട്. ഇപ്പം കണ്ടോ AC നല്ല പുതിയതായില്ലേ. നിങ്ങൾ കള്ളം പറയും.
ഇത് ഗൈസ് ഇത് ഇങ്ങനെ കഴുകാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ കത്തിപ്പോകും. ഇത് ഊരിയിട്ട് വേണം കഴുകാൻ. ഞാൻ ഇതിപ്പോൾ എടുത്ത് കഴിക്കാറ്, ഈ ഡിസ്പ്ലേ മുട്ടും. ഇതൊരു ഈസി ആട്ടോ, ഇത് മൊറ്റ വലിയോട് വിളിച്ചാൽ മതി, അപ്പോൾ നമുക്കിത് കിട്ടും. എന്നിട്ട് ഇത് ഇങ്ങോട്ട് വെക്കണം. ഇതാണ് ഡിസ്പ്ലേ. 8 എന്നാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ സോപ്പ് പൊടിയും കൊണ്ട് ഉരയ്ക്കണം. ഏത് സോപ്പ് പൊടിയാണെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മൾ ഉരയ്ക്കണം. ഇതുണ്ടോ ചാടി പോണത്? നിങ്ങളുടെ വീട്ടിൽ ഏത് എ സിയാണ് ഗൈസ് ഉള്ളത്? ഞങ്ങളുടെ വീട്ടിൽ വോൾട്ടാസാണ്, 2 എണ്ണമുണ്ട്. അപ്പോൾ കഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വെട്ടിത്തിളങ്ങുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഈ വക്കത്തിലൊക്കെ എന്താ ചളി ഉണ്ടാവും, അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കണം. ഇത് ഈ സൈഡിലൊക്കെ വളരെ സ്മെല്ല് വരുന്നത്, തുണിയിൽ നിന്നൊക്കെ ചളി പോകുന്നു. ഇപ്പോൾ എ സി കാണാൻ പുതിയ മാതിരി ഉണ്ട് എ സി കാണാൻ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതൊക്കെ ഉണക്കാനും വെക്കണം. ഇതെല്ലാതും കഴുകി ഇതൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിൽ 99 വരെ ഉള്ള സംഖ്യയാണ് ഇതിൽ കാണിക്കുള്ളൂ. ഇത് നമ്മൾ എ സി വെക്കുമ്പോൾ കാണുന്ന സാധനമാണ്, പക്ഷേ 27ലാണ് വെച്ചത്, പക്ഷേ 28ആണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ വൃത്തിയാക്കണം ഒന്നുകൂടി. ഈ സീലും കൂടി കിട്ടിയ മാതിരി നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നേരത്തെ പൊടിയൊക്കെ ഇതിലോട്ടും വരും. ഇപ്പോൾ കുറച്ചൊക്കെ വൃത്തിയായിട്ടുണ്ട്. ഈ ചുമര് വൃത്തിയാക്കണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വൃത്തിയാക്കണേ. ഇത് എനിക്ക് മുകളിലേക്കാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി തുറക്കുന്ന സാധനം നമ്മൾ ക്ലീൻ ആക്കണം. സോപ്പ് പൊടിയൊന്നും വേണ്ട, സാധാരണ വൃത്തിയാക്കാം. ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടിയിലും കൂടി വൃത്തിയാക്കണം. ഒന്നുമുണ്ട്. പിന്നെ ഈ വക്കത്തൊക്കെ നമ്മൾ ക്ലീൻ ആക്കണം. കുറച്ചായിട്ട് അവിടെ ക്ലീൻ ആക്കുന്നുള്ളൂ. ഇതാ വള്ളി കട ആ ബോംബിൻ്റെ പൊട്ടിക്കണം മാതിരി എന്താ മൂവീസിലൊക്കെ കാണില്ലേ, ബോംബ് ഉണ്ടെങ്കിൽ ആ ഏതോ ഒരു വള്ളി പൊട്ടിക്കുന്നു, അതേമാതിരി ഉണ്ട്. ഇതൊക്കെ വൃത്തിയാക്കി ഇപ്പോൾ നല്ല ക്ലീൻ എ സി ആയിട്ടുണ്ട്. ഈ സൈഡിന്
വൃത്തിയാക്കണേ. അവിടെ നിന്ന് സോപ്പ് പൊടി മേടിച്ചു. വെള്ളം ഒഴിക്കേണ്ടിയിട്ടൊന്നും തോന്നുന്നു, ക്ലീൻ ആവണില്ല. ഇങ്ങനെയാണ് ആഫ്റ്റർ ലുക്ക് ഉണ്ടാവുക കേട്ടോ. ഇനി ഈ സാധനങ്ങൾ നമ്മൾ ഊരിയത് എടുത്തിട്ട് അതിലോട്ട് തന്നെ ഫിറ്റ് ചെയ്തേണേ. ഫിറ്റ് ചെയ്യാതെ ആരും ഒന്നും ചെയ്യരുത്. സ്ക്രൂ ഡ്രൈവർ വേണം ഇതിന് വേണ്ടിയിട്ട്. ചേച്ചി മിഠായിന്റെ ഉണ്ടല്ലോ ചോക്ലേറ്റ് ഉണ്ടല്ലോ ചേച്ചി കയ്യിലാക്കുക, അല്ല ഡ്രസ്സിലൊക്കെ വെള്ളം. ഇനി ഇതിലെല്ലാം എടുക്കണം. ആദ്യം ഇതാണ് വെക്കേണ്ടത്. അമർത്തിയിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം ശരിയായില്ലേ, കണ്ടോ? ഇനി സ്ക്രൂ ഫിറ്റ് ചെയ്യണം. സ്ക്രൂ വീഡിയോ എടുക്കാത്തപ്പോൾ തിളക്കൊക്കെ. ചെറിയ സ്ക്രൂ ഡ്രൈവർ അല്ല, വലിയ സ്ക്രൂ ഡ്രൈവറുമാണ്. ഇത് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത സ്ക്രൂ ഡ്രൈവറാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് ഇതേ ആ ഓട്ടയ്ക്ക് ഇവിടെ കണ്ടു ഒരു ഓട്ട, അവിടെ ഓട്ടാണേ. മൂന്നാമത്തത് അവിടെ ഒരു ഓട്ടയുണ്ട്, അതാ കണ്ടോ ഒരു ഓട്ട, അവിടെയും കൂടി ഫിറ്റ് ചെയ്ത് കൊടുത്തു. അടുത്ത ടെമ്പറേച്ചർ സെൻസറാണ്. ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് സ്ക്രൂ വേണം. എത്ര സ്ക്രൂ വെച്ചാ വേണ്ടത്? അതിന് 2 സ്ക്രൂ ആണ് നമുക്ക് ആവശ്യം. എന്നിട്ട് ഇതും കൂടി നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണേ. വെച്ചെടുത്തിട്ടുണ്ട്. ഇത് സ്ക്രൂ വെക്കണം. ഫസ്റ്റ് മുകളിലത്തെ ഒട്ടയിലോട്ടാണ് നമ്മൾ സ്ക്രൂ വെക്കേണ്ടത്. അടുത്തത് ഒരു ഓട്ടയും കൂടി ഉണ്ട്. അതിലോട്ട് എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല. ഇങ്ങനെ കയറ്റി കൊടുക്കണേ. അതിൻ്റെ ആ ഗ്യാപ്പ് ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിലോട്ടാണ് കയറ്റി കൊടുക്കേണ്ടത്. അതേപോലെ ഇതിലോട്ട് കയറ്റി കൊടുക്കണം. ഇപ്പം അതാ 2 എയർ ഫിൽറ്ററും ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മിനുക്കപ്പണിയും കൂടിയേ ഉള്ളൂ. ഇനി നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലായിട്ടുണ്ട്.
ഇനി ഇതും കൂടി വെച്ച് നമ്മുടെ പുത്തൻ പുതിയ AC റെഡി ആയിട്ടുണ്ട്. ഈ സാധനം ഒരുമിച്ച് കൂട്ടി വെക്കണം. എന്നിട്ട് ഇങ്ങനെ കെട്ടിയ മാതിരി വെക്കണേ. കൂട്ടിയിട്ട് വെക്കണം. ലാസ്റ്റ് ഘട്ടം ലാസ്റ്റ് ഘട്ടമായി. ലാസ്റ്റ് ഘട്ടം ഇതാണ് നമ്മുടെ AC-യുടെ കോലം. നല്ല രസമുണ്ട്. ഇങ്ങനെയുണ്ട് നമ്മുടെ ആഫ്റ്റർ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ, സീ യു. ഋതിക ഫുള്ള് വ്ളോഗാണ് ഋതിക. AC ഓണാക്ക്. AC ഓൺ ചെയ്യുന്ന സിറ്റുവേഷൻ. AC ഓൺ ചെയ്യാൻ പോകുന്നതാണ്. നീ AC നമ്മൾ ഓൺ ചെയ്യണം. ഇതാ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിതാ നമ്മുടെ AC റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പഴയ മത്തി ഉണ്ട്. ഇപ്പം നല്ല തണുപ്പൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ അന്റാർട്ടിക്കയുടെ മാതിരി ഉണ്ട്. നല്ല തണുത്തിന് ചെയ്യാ. നല്ല തണുപ്പ്. അയ്യോ ഒരു തുണിക്കിപ്പോ പെങ്കിനെയും കൂടി അന്റാർട്ടിക്ക ആയിക്കോളും. കുറച്ച് മഞ്ഞും കൂടി.